ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആച്ചൂസ് ഈസി കുക്കിംഗ്. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കാലോ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു അടിപൊളി മൈസൂർ പാക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും എനേബിൾ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് 3 ഇൻഗ്രീഡിയൻ്റ് ആണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഗ്ലാസിന്റെ അളവിലാണ് എല്ലാം മെഷർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് 1 ഗ്ലാസ് കടലമാവ് വേണം. ഞാനിത് ഒന്ന് വറുത്തിട്ട്, അപ്പോൾ വറുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ചെറുതായിട്ട് വറുത്തെടുത്തേക്കുന്നത്. എന്നിട്ട് അത് അരിച്ചെടുത്തതാണ്. ഇപ്പോൾ 1 ഗ്ലാസ് കടലമാവ്, പിന്നെ അതേപോലെ തന്നെ 1 ഗ്ലാസ് പഞ്ചസാര, പിന്നെ ഒരു 1/2 ഗ്ലാസ് നെയ്യ്. അപ്പോൾ ഇത്രയും 3 ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഈ നെയ്യ് ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഫ്ലെയിം വളരെ കുറച്ച് നമുക്ക് നെയ്യൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ നെയ്യ് അവിടെ നിന്ന് ചൂടാവട്ടെ. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പും റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആ ഗ്ലാസ്സിൽ തന്നെ ഒരു 3/4 ഗ്ലാസോളം നമുക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഷുഗർ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതേ നമ്മൾ പഞ്ചസാരയൊക്കെ അലിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 1 ഗ്ലാസ് കടലമാവിന് 1 ഗ്ലാസ് ഷുഗർ സിറപ്പ്, ഇതാണ് കണക്ക്. അപ്പോൾ ഇതിപ്പോൾ റെഡിയായി വരുമ്പോഴത്തേനും 1 ഗ്ലാസ് ഷുഗർ സിറപ്പ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഷുഗർ സിറപ്പൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരുന്നത് കണ്ടോ. അപ്പോൾ നമുക്കിത് ഒരു നൂൽ പരുവം പോലെ കിട്ടണം. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് നമുക്ക് കണ്ടോ ഒരു നൂൽ പരുവം പോലെ കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ നമുക്ക് കിട്ടണം. ഇപ്പം ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഫ്ലെയിം എപ്പോഴും കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കടലമാവ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ ആയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം അതുപോലെ നന്നായിട്ട് മിക്സ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏലക്കായ നമുക്കൊരു പ്രത്യേക ഫ്ലേവറും തരും. ഇപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ അതിന് മുന്നേ മിക്സൊക്കെ റെഡി ആകുന്നതിന് മുന്നേ തന്നെ നമ്മൾ പാത്രത്തിൽ നെയ്യോ ബട്ടറോ എന്തെങ്കിലും തടവി വെക്കണം. അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ വിചാരിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ മിക്സ് കട്ടയായി പോവും. അത് കാരണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ തന്നെ പാത്രത്തിൽ നെയ്യോ ബട്ടറോ എന്തെങ്കിലും തടവി വെക്കണം. എന്നിട്ട് നമ്മുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ എല്ലാം മിക്സ് നമ്മൾ ഇതേ പാത്രത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പാത്രമൊക്കെ റെഡിയാക്കി വെക്കണം കേട്ടോ, മറക്കല്ലേ. അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് തന്നെ മിക്സ് കട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് പരത്തി വെച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതൊരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ചുള്ള വലിപ്പത്തിൽ മുറിച്ചെടുക്കാം. ഞാൻ ഇപ്പോൾ ഇതുപോലെ ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് മുറിച്ചെടുക്കുന്നത്. കണ്ടോ? 1 മണിക്കൂർ കഴിയുമ്പോഴത്തേനും നമ്മുടെ മൈസൂർ പാക്ക് റെഡിയായി. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന മൈസൂർ പാക്ക് നമുക്ക് വീട്ടിൽ തന്നെ വെറും 3 ചേരുവകൾ മതി നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. പിന്നെ നമ്മൾ കടലമാവ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞിട്ട് അരിച്ചെടുത്തേക്കണം. കാരണം ഒരു പ്രത്യേക സോഫ്റ്റ്നെസ്സും ഇതിനുണ്ടാവും. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് മാത്രമേ നമ്മൾ അറിയുള്ളൂ. പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് നമുക്കിത് തീർന്നു പോകും. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ.